ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സിംസ്ന വ്ളോഗ്സ്. അപ്പോൾ നമ്മളെന്നുള്ള ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലാണ്. അതെ, നമ്മളെന്നുള്ള രാമേശ്വരം കഫേയിലാണ്. രാമേശ്വരം കഫേ. അപ്പോൾ ബാംഗ്ലൂരിൽ കറൻ്റ് എന്നല്ലേ എപ്പോഴോ തുടങ്ങിയതാണ്. ഫേമസ് കഫേയാണ്. എന്താ പറയുക, ബാംഗ്ലൂരിലുള്ള ഏതൊരാളോടും രാമേശ്വരം കഫേ എവിടെ ചോദിച്ചാൽ ഒരു പറഞ്ഞു തരാതിക്കില്ല. അത്രയും നല്ല ടേസ്റ്റി ആൻഡ് ഗുഡ് ഫുഡ്. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അത്രയും എന്താ പറയുക, ഇവർ മെയിൻ പോളിസി എന്താണെന്ന് വെച്ചാൽ സെൽഫ് സർവീസാണ്. സെൽഫ് സർവീസൊക്കെ ഓക്കെ, ഡൈനിങ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് സെറ്റാക്കിയത്. ബട്ട് ഒരേ ഫാസ്റ്റ് എന്താ പറയുക, ഫുഡ് ഓർഡർ ചെയ്യുന്നു, ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുന്നു, സാധനം കിട്ടി. അതാണ് ഇവരെ ഫാസ്റ്റ്. എന്ത് ഫാസ്റ്റിലാണ് ഫുഡ് കിട്ടുക രാമേശ്വരം കഫേയിൽ. എന്ത് ഫാസ്റ്റിലാണ് ഫുഡ് കിട്ടുക. വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. അതാണ് ഇവരെ മെയിൻ ഇത്. പിന്നെ എന്താ പറയുക, കിച്ചണൊക്കെ നിങ്ങൾ നോക്കണം. ഓരോ കോൺഫിഡൻറ്റും ഒക്കെ അത്ര ഓപ്പൺ കിച്ചണാക്കി അവർക്ക് കസ്റ്റമേഴ്സിന് പ്രൂവ് ചെയ്യണം ദാറ്റ് ദേ ആർ വെരി ഹൈജീൻ. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു നല്ല പൊടിയിട്ടിലേക്ക് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വായന്ന് വെള്ളം വരും. സത്യം പറയാലോ, അത്രയും എൻ്റെ ലൈഫിൽ ഇത്രയും നല്ലൊരു പൊടിയിട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയും സൂപ്പർ. എൻ്റെ അനിയനൊന്നും പൊടിയിട്ടിൽ കഴിക്കാത്തതാണ്, കഴിച്ചു പോകണം. അത്രയും എന്താ പറയുക, ടേസ്റ്റ്. മനസ്സിലല്ലേ, നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ശരിക്കും പറയാൻ നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കഴിച്ചത്. പിന്നെ അവിടെ എന്താ പറയുക, മെയിനായിട്ട് നമ്മൾ മസാല ദോശ അങ്ങനത്തെ ഒരു വൈബുള്ള നോക്കി നമ്മൾ ഇത്രയും ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് വിഭവം അത് നല്ല ക്വാളിറ്റിയിലും ടേസ്റ്റിലും കൊടുക്കുന്നതാണ് ഇവരെ മെയിൻ ഇത്. പിന്നെ ഇവിടെ നോക്കുകയാണ്, ഇവിടെ ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റോറിയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് വളരെ ചെറിയൊരു പീടിയാണ്. അപ്പോൾ ഫുഡിൻ്റെ ടേസ്റ്റ് കൊണ്ട് നല്ല ഫേമസായി, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ ബോംബൊക്കെ ഇട്ടിരുന്നു ആൾക്കാർ, ബിക്കോസ് ഇറ്റ് ഈസ് നല്ല തിരക്കുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പേ ബോംബൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഇവരൊന്നും കൂടി എന്തൊക്കെ ആയിട്ട് പിന്നെ റീലോഞ്ച് ചെയ്തതാണ്. റീലോഞ്ച് ചെയ്തപ്പോൾ ഏകദേശം എന്താ പറയുക, 80 ആൾക്ക് 90 ആൾക്ക് 100 ആൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു ഡൈനിങ്. അതും വലിയൊരു ആയിട്ടാണ് ഒരു റീലോഞ്ച് ചെയ്തത്. വലിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഗൈസ് ടേസ്റ്റ് കൊണ്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മളെന്താ പറയുക, പാത്രം അവിടെ ഇട്ട് എന്താ പറയുക, നമ്മൾ പ്ലേറ്റൊക്കെ അവിടെ ഇട്ട് പോയിക്കോളി. അതൊക്കെ പ്ലേറ്റൊക്കെ ഓരോ എടുത്തോളും ഗൈസ്. ആ തേങ്ങ പിന്നെ ഈ പത്തിരി ഒരു ചമ്മന്തി, അത് വിയേർഡ് കോമ്പിനേഷനല്ല ഗൈസ്. ശരിക്കും അടിപൊളിയാണ്. പിന്നെ ഈ മസാല ദോശ വാസ് വെരി ഗുഡ്. എനിക്ക് പറയാൻ വാക്കുകളില്ല ഇവിടുത്തെ ഫുഡിനെ പറ്റി. മസാല ദോശ വാസ് 100 ഔട്ട് ഓഫ് 100. ഒരു ടൊമാറ്റോ റൈസിൻ്റെ വാപ്പൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ പറയുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ മാനേജർ. ഇവർ സർവീസ് സ്റ്റാഫ്സ്, മാനേജർ എല്ലാവരും ഫ്രണ്ട്ലി, വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ മാനേജറും പപ്പും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. മാനേജറൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവരുടെ സ്റ്റാഫ്സ് ഇവിടെ സർവീസ് വാസ് ബെസ്റ്റ് സർവീസ്. പിന്നെ ഒരു മീറ്റ് ബോൾ പോലത്തെ എന്തോ എന്താ പറയുക, പൊട്ടാറ്റോ ഫീലിംഗ് എന്തോ പറഞ്ഞ്. പിന്നെ നമ്മൾ എന്താ പറയുക, പൊടി ഇഡ്ഡലി, പിന്നെ നല്ലൊരു ക്യാരറ്റ് ഹൽവ പടച്ച തമ്പുരാനെ, നമ്മളെ ഹൽവ അല്ല, ക്യാരറ്റ് ഹൽവ എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ പറയാൻ വാക്കുകളില്ല. ക്യാരറ്റ് ഹൽവനൊന്നും പറ്റിയിട്ട് അത്രയും രസമുണ്ട്. നമ്മളെന്തൊക്കെ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ആ മീറ്റ് ബോൾ പോലത്തെ ഉരുളക്കും ഫില്ലുകളുടെ സാധനം ഓർഡർ ചെയ്ത്, പിന്നെ നമ്മൾ കേസരി ഓർഡർ ചെയ്ത്, ക്യാരറ്റ് ഹൽവ ഓർഡർ ചെയ്ത്, പൊടി ഇഡ്ഡലി, പിന്നെ എന്തോ പത്തിരി തേങ്ങ, അങ്ങനെ എന്തൊക്കെ അവിടെയുള്ള സകലമായ സാധനങ്ങൾ നമ്മൾ കഴിച്ചത്. വെരി 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 ടേസ്റ്റി, സൂപ്പറിൻ്റെ വായന്ന് വെള്ളം വരെ ഇനി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാണ് ഞാൻ ബാംഗ്ലൂർ വന്ന് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന സ്പോട്ട്. ഇവിടെ പോയി എന്തായാലും കഴിച്ചേ പറ്റൂ. അപ്പോൾ ബാംഗ്ലൂരിലെ ഫേമസ് കഫേ രാമേശ്വരം കഫേ, ഡു വിസിറ്റ്. ഓക്കെ, ബൈ.